നഗരത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നഗരത്തിൻ്റെ റൗണ്ട് അബൌട്ടുകൾ, ട്രാഫിക് റൗണ്ട് അബൌട്ടുകൾ, റോഡിലെ മീഡിയനുകൾ, പാർക്കുകൾ, ഇതൊക്കെയാണ് നഗരത്തിൻ്റെ മനോഹാരിത. അപ്പം ഞങ്ങളിപ്പോൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞൊരു പ്രധാന കാര്യം പോസ്റ്റർ ഫ്ലക്സ് ഫ്രീ നഗരം എന്നാണ്. എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ഈ കൗൺസിലിൻ്റെ മൊത്തത്തിലുള്ള തീരുമാനവും ജനങ്ങളുടെ പൂർണ്ണ സഹകരണം കൊണ്ടേ സാധ്യമാകും. ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഈ 50 ഭരണപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം കൗൺസിലിൽ ഇല്ല എങ്കിൽ പോലും കൗൺസിലിൽ നിയമസഭയും പാർലമെന്റും പോലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല, അതങ്ങനെ വിഭാവനം ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഭരണത്തിലിരിക്കുന്ന ഒരു ടീമുണ്ടല്ലോ, അപ്പോൾ അവരും ഈ മറ്റ് കൗൺസിലർമാരെ എല്ലാം ചേർന്ന് 101 പേർ ആകെ വിചാരിച്ചാൽ ഈ കാര്യങ്ങൾ നടക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ കൗൺസിൽ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ അംഗീകരിച്ചത്, ആരും എതിരഭിപ്രായം പറഞ്ഞില്ല. അപ്പോൾ ഈ ഈ ഈ പറഞ്ഞ പാർക്കുകളും റൗണ്ട് അബൌട്ടുകളും എല്ലാം സംരക്ഷിക്കപ്പെടണം. പോസ്റ്റർ ഫ്രീ നഗരം ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ആമുഖത്തിൽ മേയറും ഡെപ്യൂട്ടി മേയറും പറഞ്ഞു, പിന്നീട് ഡെപ്യൂട്ടി മേയർ ബഡ്ജറ്റ് അവതരണത്തിൽ പറഞ്ഞു. പിന്നെ അതായത് ഈ LED വാളുകൾ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും സ്ഥാപിച്ചുകൊണ്ട് പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുക, രാഷ്ട്രീയ പാർട്ടികളുടേതും മറ്റ് സംഘടനകളുടേതും എല്ലാം. എന്നാൽ ഈ പോസ്റ്റർ പ്രിന്റ് ചെയ്യുന്നതിന് അത്ര കാശ് പോലും ഇവർക്ക് ആവില്ല. പോസ്റ്റർ പ്രിന്റ് ചെയ്യുന്നതും ഒട്ടിക്കുന്നതുമായിട്ടുള്ള ഭാരിച്ച ചിലവാണ്. ഒട്ടിക്കാനുള്ള മനുഷ്യ വിഭവശേഷി അല്ലെങ്കിൽ കായിക ശേഷി ഉപയോഗിക്കുക, അതിനൊക്കെ ഒരുപാട് ചിലവാണ്. ഇപ്പോൾ പഴയ കാലമൊന്നുമല്ല അങ്ങനെയൊന്നും നടന്ന് പോസ്റ്റർ ഒട്ടിക്കാനുള്ള ആളെയൊന്നും ഇപ്പോൾ കിട്ടില്ല. പലരും ഇലക്ഷൻ സമയത്ത് പോലും പലരും കാശ് കൊടുത്ത പോസ്റ്റർ, പണ്ട് പ്രവർത്തകരൊക്കെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നിർത്തി ഇപ്പോൾ കാശ് കൊടുത്ത് ഒട്ടിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടല്ലോ. എത്ര വിളിച്ചു വെച്ചാലും അതൊന്നും അല്ല എന്ന് പറയാൻ കഴിയില്ല. പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പോലും പണം കൊടുത്ത് പോസ്റ്ററും ബോർഡും വയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറികടക്കാനാണ് ഈ LED വാളുകളിലൂടെ ഈ നിശ്ചിത സമയത്തെ പരസ്യത്തിന് വലിയ തുക എന്നല്ല ചെറിയ തുക ഈടാക്കിക്കൊണ്ട് അത് നഗരസഭയ്ക്ക് ഒരു വരുമാനമായി മാറും.